ദേശാഭിമാനി മുഖപ്രസംഗം 2024 നവംബർ 28. അക്ഷരം മ്യൂസിയം അർത്ഥപൂർണമായ ചുവടുവയ്പ്. സാംസ്കാരിക മൗലികവാദത്തിന് ഭാഷയെയും ആയുധമാക്കുന്ന കാലത്ത് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വൈവിധ്യത്തെയും അതിൻ്റെ തനിമയാർന്ന വികാസ പരിണാമങ്ങളെയും അടയാളപ്പെടുത്തുന്ന അക്ഷരം മ്യൂസിയം പ്രസക്തമാണെന്ന് മാത്രമല്ല അനിവാര്യവുമാണ്. ആദ്യമായി മലയാള പുസ്തകം അച്ചടിച്ച രാജ്യത്തെ ആദ്യത്തെ സാക്ഷര നഗരമായ കോട്ടയത്ത് സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും ചേർന്ന് സ്ഥാപിച്ച അക്ഷരം മ്യൂസിയം രാജ്യത്തെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണെന്നതിൽ സാംസ്കാരിക സമുന്നയത്തിൻ്റെ നാടായ കേരളത്തിന് അഭിമാനിക്കാം. 4 ഘട്ടങ്ങളിലായി പൂർത്തിയാകുന്ന വിപുലമായ മ്യൂസിയം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ വരെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് മുതൽ ഗവേഷകർക്ക് വരെ പ്രയോജനപ്രദമാകും വിധത്തിലാണ്. ഭാഷ എപ്പോൾ ഉത്ഭവിച്ചുവെന്നും ഭാഷണശേഷി എപ്പോൾ കൈവന്നു എന്നുമുള്ള ഏതു ജിജ്ഞാസുവിൻ്റെയും ചോദ്യത്തിനുത്തരമായാണ് മ്യൂസിയത്തിൻ്റെ 1ാം ഘട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത്. വാമൊഴിയിൽ നിന്ന് ഗുഹാവരകളായും ചിത്രലിപികളായും അക്ഷരലിപികളായും വികസിക്കുന്ന അത്രയൊന്നും പരിചിതമല്ലാത്ത ഭാഷയുടെ ചരിത്രം വിവരിച്ചിരിക്കുന്നത് ആർക്കും എളുപ്പത്തിൽ ഗ്രഹിക്കാനാകും വിധമാണെന്നത് അഭിനന്ദനീയമാണ്. വട്ടെഴുത്തിലൂടെയും കോലെഴുത്തിലൂടെയും മറ്റുമുള്ള മലയാള ലിപിയുടെ പരിണാമ ചരിത്രം മലയാണ്മയെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരമാകും. അക്ഷരങ്ങളുടെ പരിണാമ ചരിത്രം വീഡിയോകളിലൂടെ വിവരിച്ചിരിക്കുന്നു. അച്ചടിയെക്കുറിച്ചും അച്ചടി സാങ്കേതിക വിദ്യയെക്കുറിച്ചും ആദ്യമായി അച്ചടി മഷി പുരണ്ട മലയാള പുസ്തകങ്ങളെക്കുറിച്ചും മാത്രമല്ല പ്രധാനപ്പെട്ട അച്ചടിശാലകളെക്കുറിച്ചുമുള്ള വിവരണങ്ങളും ഡിജിറ്റൽ വായനയിലേക്ക് വഴിമാറുന്ന കാലത്ത് അനിവാര്യ ഓർമ്മപ്പെടുത്തലാകും. കേരളത്തിലെ 36 ഗോത്രഭാഷകൾക്കും ദ്രാവിഡ ഭാഷകൾക്കുമായി ഒരു ഗ്യാലറി തന്നെ മാറ്റിവെച്ചത് അവയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണെന്ന് വ്യക്തം. പ്രസാധകരുടെ ചൂഷണത്തിന് ഇരയാകുന്ന എഴുത്തുകാരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്ത് തന്നെ ആദ്യമായി എഴുത്തുകാരുടെ സഹകരണ സംഘം രൂപം കൊണ്ട കേരളത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ മാറ്റി നിർത്തി സാഹിത്യ ചരിത്രം വിവരിക്കുക സാധ്യമല്ല. SBCSൻ്റെയും സംസ്ഥാന സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രം വിവരിക്കുന്ന ഗ്യാലറിയിൽ പ്രമുഖ മലയാള സാഹിത്യകാരന്മാരുടെ 200-ലേറെ കൈയെഴുത്തു പ്രതികളും 90-ലേറെ എഴുത്തുകാരുടെ ശബ്ദരേഖകളും ഡിജിറ്റലായി അവതരിപ്പിക്കുന്നു. 6000-ഓളം ലോകഭാഷകളുടെ പ്രദർശനം മാനവ സംസ്കൃതിയുടെ വൈപുല്യവും വൈവിധ്യവും തിരിച്ചറിയാനുള്ള ഉപാധി കൂടിയാണ്. ലോകഭാഷകളെയും ഇന്ത്യൻ ഭാഷകളെയും അടുത്തറിയാൻ അവസരമൊരുക്കുന്ന 2ാം ഘട്ടവും മലയാള സാഹിത്യത്തിൻ്റെ വിവിധ ശാഖകളെ വിവരിക്കുന്ന 3-4 ഘട്ടങ്ങളും കൂടി പൂർത്തിയാകുന്നതോടെ സമഗ്ര വൈജ്ഞാനിക കേന്ദ്രമായി അക്ഷരം മ്യൂസിയം മാറും. സാംസ്കാരിക അധിനിവേശം വലതുപക്ഷ വർഗീയ വംശീയ കപട ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന പ്രത്യയശാസ്ത്ര ആയുധങ്ങളിലൊന്നാണ്. മാനസിക അടിമത്തം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ള സാംസ്കാരിക അധിനിവേശത്തിൽ ഭാഷ പ്രധാന ഘടകമാണ്. ഇന്ത്യയിൽ ഏകപക്ഷീയമായി ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കാവ്യരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്തെ ഒറ്റ ഭാഷാ നാടായി മാറ്റാനുള്ള നീക്കത്തിനെതിരായ ചെറുത്തുനിൽപ്പാണ് അക്ഷരം മ്യൂസിയമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾ അതിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രസക്തിയെയാണ് അതിനാൽ സൂചിപ്പിക്കുന്നത്.